ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽഡയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. അതായത് പാക്കിംഗ് ജോബാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ജോബ് അവസരങ്ങൾ നമ്മുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് ലൈസൻസ് സർവീസുകളൊക്കെ എടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഉള്ള നമ്പറാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ബിസിനസ്സാണ്. നമുക്ക് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റോ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസോ ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്കിംഗ് ജോബ്, അതായത് എന്താണ് ഈ ഒരു പാക്കിംഗ് ജോബിൻ്റെ ജെനുവിനിറ്റി എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരാൾക്ക്, അതായത് ഞാനിവിടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല, കാരണം പേര് മെൻഷൻ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പേര് കുറച്ച് റെയർ ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നിങ്ങൾ നമ്പർ എടുത്തിട്ട് ഡയറക്റ്റ് തന്നെ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യും. അതൊരു ബുദ്ധിമുട്ടാണ്. ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബിസിനസ്. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് വിദേശത്താണ്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഇവിടുന്ന് മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് നിർമ്മിക്കുകയും അതിനുശേഷം പാക്ക് ചെയ്യുന്നവരെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിച്ച് അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ വഴി പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുമായിട്ടാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മാനുഫാക്ചേഴ്സും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് പാക്ക് ചെയ്ത് നൽകുന്ന ആളുകളെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു അവസരം നൽകുന്നത്. അപ്പോൾ അദ്ദേഹം കുറച്ച് കണ്ടീഷൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്: അദ്ദേഹം മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് അത്രയും വിലപിടിപ്പുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. അത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതായത് ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേഷനറി, അതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത് തമിഴ്നാട് അതുപോലെയുള്ള മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറക്കുന്ന പ്രോഡക്റ്റുകളും ഉണ്ട്. അപ്പോൾ ബൾക്കായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് വരുന്നത്. ആ പ്രോഡക്റ്റുകളാണ് നിങ്ങളെ പാക്ക് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നത്. അപ്പോൾ 100% വിശ്വസ്തതയുള്ള ആളുകളായിരിക്കണം. അതായത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം. യാതൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ അങ്ങനെ ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു റൂം ആവശ്യമാണ്. അതായത് ക്ലീൻ ആയിട്ടുള്ളൊരു റൂം ആവശ്യമാണ്. അതുപോലെ തന്നെ പാക്കിംഗ് മെഷീനുകൾ, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പാക്കിംഗ് മെഷീനാണോ നിങ്ങൾക്കുള്ളത് അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ പാക്കിംഗ് മെഷീൻ്റെ ഡീറ്റെയിൽസ് കൂടി നിങ്ങൾ നൽകുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള പാക്കിംഗ് മെഷീനാണ് നിങ്ങളുടെ കൈവശം ഉള്ളത് എന്നുകൂടി അറിയിക്കുക. അപ്പോൾ താഴെയുള്ള ഒരു ഫോം ഫില്ല് ചെയ്ത് നൽകുക. അതിനുശേഷം ആ ഒരു ഫോം ഫില്ല് ചെയ്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓക്കെ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഒരു പാക്കിംഗ് ജോബ് ഒരുപാട് ആളുകൾ കാണും, ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ചോദിച്ചിട്ട് അല്ലെങ്കിൽ പാക്കിംഗ് ജോബിന് വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാതിരിക്കുക കേട്ടോ. കാരണം ഞാൻ ലൈസൻസിൻ്റെ സർവീസുകളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ജോലി ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് അഹങ്കാരമാണ്, അങ്ങനെയൊന്നും ഓർക്കരുത്. ഒരുപാട് ആളുകൾ ഒരു ദിവസം തന്നെ 2000-ലധികം ആളുകളൊക്കെ വിളിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് ഒരു ജോലി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് തന്നിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും നമ്മളുടെ അടുത്ത് വഴക്കുണ്ടാക്കില്ലേ? അതുകൊണ്ടാണ് കേട്ടോ, എൻ്റെ ഒരവസ്ഥ അതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പാക്കിംഗ് ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെയുള്ള ഫോം ഫില്ല് ചെയ്ത് നൽകുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫോമിലോട്ട് പോകും. അതിനുശേഷം ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇനി ഞാൻ നല്ല നല്ല പുതിയ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.